പള്ളിപ്പെരുന്നാൾ അലങ്കാര ക്രമീകരണത്തിനിടെ വൈദ്യുതാഘാതമേറ്റ 4 മരണം. കന്യാകുമാരി ജില്ലയിലെ ഇനം പുത്തൻതുറയിൽ സെന്റ് ആന്റണീസ് പള്ളിയിലാണ് സംഭവം. ഇരുമ്പ ഗോവണി വൈദ്യുത ലൈനിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എപ്പോഴാണ് അപകടം? വിഷ്ണു, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പള്ളിപ്പെരുന്നാൾ അലങ്കാര ക്രമീകരണത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് 4 പേർ മരിച്ചിട്ടുള്ളത്. കന്യാകുമാരി ജില്ലയിലെ ഇനയം പുത്തൻതുറയിലാണ് സെന്റ് ആന്റണീസ് പള്ളിയിൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പെരുന്നാൾ ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ ഈ വൈദ്യുത ക്രമീകരണത്തിനിടെയാണ് വൈദ്യുതാഘാതമേറ്റ് 4 പേർ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. തൽക്ഷണം 4 പേർ മരിച്ച ദൃശ്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളും ഒപ്പം തന്നെ ദൃക്സാക്ഷികളടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ഇനിയും പുത്തൻതുറ സ്വദേശികളായ മൈക്കിൾ പിന്റോ, മരിയ വിജയൻ, ആന്റണി ഉൾപ്പെടെ 4 പേരാണ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത്. ഈ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് അലങ്കാര ക്രമീകരണത്തിനിടെ ഇരുമ്പ് ഗോവേണി വൈദ്യുത ലൈനിൽ തട്ടുകയായിരുന്നു. ഇത് വൈദ്യുത ലൈനിൽ തട്ടിയ ഉടൻ തന്നെ ഈ 4 പേർക്കും ഇതിൽ നിന്ന് ഷോക്കേൽക്കുകയും 4 പേരും തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം കന്യാകുമാരിയിലെ ഒരു ആശുപത്രിയിൽ തുടരുകയാണ്. നാളെയോടുകൂടി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിദാരുണമായി തന്നെ ഈ സംഭവത്തെ കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നുള്ളതാണ് സ്ഥിരീകരണം. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.